കേരള ക്രൈം ഫയൽസ് സീസൺ 2 മലയാളത്തിലെ ആദ്യത്തെ ഹോട്ട്സ്റ്റാർ സീരീസ് ആയിരുന്നു കേരള ക്രൈം ഫയൽസ് എന്ന് പറഞ്ഞാൽ 6 എപ്പിസോഡുള്ള ഒരു കിടിലൻ സാധനമായിരുന്നു ഫസ്റ്റ് സീസൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് സീസൺ കാണാനായിട്ട് അത്രയും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, എക്സ്പെക്റ്റേഷനും ഉണ്ടായിരുന്നു ഈ ഒരു സീരീസ് കാണാനായിട്ട്. ഈ ഒരു സീസണിൻ്റെ പേര് കേരള ക്രൈം ഫയൽസ് സെർച്ച് ഫോർ CPO അമ്പിളി രാജു എന്നാണ്. നമ്മൾ ട്രെയിലർ കാണുന്ന സമയത്ത് ട്രെയിലറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പോലീസ് കോൺസ്റ്റബിൾ മിസ്സിങ് ആവുന്നു, ആ ഒരു കോൺസ്റ്റബിളിനെ ആ ഒരു മിസ്സിങ്ങിൻ്റെ മിസ്റ്ററി സോൾവ് ചെയ്യാനായിട്ടുള്ള അതായിരിക്കും സ്റ്റോറി. നമ്മൾ ട്രെയിലർ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം. അപ്പം ഇത് കണ്ടു തുടങ്ങുന്ന സമയത്ത് 6 എപ്പിസോഡാണ്, ഏകദേശം ഒരു 3-3.25 മണിക്കൂർ ഡ്യൂറേഷനാണ് ഈ ഒരു സീസൺ ഉള്ളത്. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അതായത് എവിടെ ഒരു തരി ലാഗില്ല എന്നുള്ളതാണ്. പേഴ്സണലി ഫസ്റ്റ് സീസണായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് സീസൺ 2 ആണ് കുറച്ചും കൂടെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് ഫീൽ ചെയ്തത്. ഫസ്റ്റ് സീസൺ നല്ലതാണ്, രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ സീസൺ 2 കുറച്ചും കൂടെ ഭയങ്കര എൻഗേജിങ് ആണ്. എവിടെയും നമുക്കിങ്ങനെ എന്നാൽ ഇത് കുറച്ച് കഴിഞ്ഞ് കാണാം എന്നുള്ള സാധനമൊന്നുമില്ല, പടപടപടാന്നാണ് സ്റ്റോറി പറഞ്ഞു പോകുന്നത്. അത് ഫസ്റ്റ് എപ്പിസോഡ് തന്നെ നമുക്ക് ആ ഒരു മിസ്റ്ററി എല്ലാ എപ്പിസോഡിലും അത് അങ്ങനെ കൊണ്ടുപോകും ലാസ്റ്റ് എപ്പിസോഡ് വരെ എന്നുള്ളതാണ്. ഈവൻ ഈ ഒരു നമ്മുടെ ഈ ഒരു വില്ലനെ നമ്മളുടെ മുന്നിൽ നമുക്ക് ഇട്ട് തരും, പക്ഷെ നമുക്ക് മനസ്സിലാകില്ല എന്നുള്ളതാണ്. എന്താണ് പ്രശ്നങ്ങളൊക്കെ, എവിടെയാണ്, എങ്ങനെ സോൾവ് ചെയ്യണം, എങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്നുള്ള സാധനങ്ങളെല്ലാം നമ്മളുടെ മുന്നിലുണ്ട്, പക്ഷേ നമുക്കത് മനസ്സിലാകില്ല അത് വെരി ലാസ്റ്റ് എപ്പിസോഡ് വരെ എന്നുള്ളതാണ്. ഇതിനകത്ത് ആവശ്യമില്ലാത്ത ക്യാരക്ടർ ഡെവലപ്മെൻറ്റോ ക്യാരക്ടർ ആർക്കോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഈവൻ ഈ വില്ലൻ അല്ലെങ്കിൽ ഇതിനകത്തെ മെയിൻ വില്ലൻ്റെ ആ ഒരു ക്യാരക്ടർ ആർക്ക് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു വില്ലൻ്റെ പാസ്റ്റ് ലൈഫ് കാണിക്കുന്നൊരു സാധനമുണ്ട്. അത് കാണിക്കും, പക്ഷെ നമുക്ക് വില്ലൻ ആരാണെന്ന് നമുക്ക് ലിറ്ററലി അറിയില്ലെങ്കിലും നമ്മളത് കണ്ടുപോകും എന്നുള്ളതാണ്. പിന്നെ അവസാനം ഈ ഒരു ഫൈനൽ എപ്പിസോഡ് ആകുമ്പോഴാണ് നമ്മൾ പിന്നെ എല്ലാ ഡൗട്ട്സും കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത്രയും നേരം വെരി ലാസ്റ്റ് എപ്പിസോഡ് വരെ ആ ഒരു വില്ലനെ ഭയങ്കര മിസ്റ്ററി ആയിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഈ സീരീസിലെ ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് എന്നുള്ളതാണ്. പിന്നെ ഫസ്റ്റ് സീസണിൽ കണ്ട ആ ഒരു സ്ക്വാഡേ അല്ല, ആ ഒരു ടീമേ അല്ല അതിനകത്ത് ലാലിൻ്റെ ക്യാരക്ടർ മാത്രമാണ് ഈ പറയുന്ന ഈ ഒരു സ്ക്വാഡിൽ മെയിനായിട്ടുള്ളത്. പിന്നെ അജു വർഗീസിൻ്റെ ക്യാരക്ടറിനെയൊക്കെ നമ്മൾ ഈ ഒരു കണക്ട് ചെയ്യുകയാണ്, ഈ സ്റ്റോറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്നു. ട്രിവാൻഡ്രത്ത് നടക്കുന്ന ഒരു കേസാണിത്. അപ്പം ഈ പറയുന്നത് പോലെ അത് റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു കേസിനെ കണക്ട് ചെയ്ത് പോകുന്നതും അതിങ്ങനെ ഒരു പാറ്റേണായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഒരു പസിൽ സോൾവ് ചെയ്യുന്ന രീതിയിലാണ് ഈ സാധനം പറഞ്ഞു പോകുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സ്. ഈവൻ ഹരീശ്രീ അശോകൻ്റെ ക്യാരക്ടർ കുറച്ചേ ഉള്ളൂ, വളരെ സ്ക്രീൻ സ്പേസ് കുറവാണ് പുള്ളിക്കാരന്, പക്ഷേ ഉള്ള സാധനം വേറെ റേഞ്ചിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ദ്രൻസിൻ്റെ ആ ഒരു അമ്പിളി രാജു എന്ന് പറയുന്ന ക്യാരക്ടർ, ആ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നൊരു സാധനമുണ്ട്. മിസ്സിങ് ആയ ക്യാരക്ടറിനെ ഇത് പറയുന്നത് ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. അത് ഭയങ്കര സെറ്റപ്പാണെന്നുള്ളത് നമുക്ക് തന്നെ തോന്നും. പുള്ളി ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കേണ്ടത് എന്താണ് എന്നുള്ള സാധനം നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ചാണ് സാധനം പറഞ്ഞു പോകുന്നത്. നമുക്ക് എവിടെ ഈ ഒരു സ്റ്റോറിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ല, ലൂപ്പ് ഹോൾ ഉണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും പെർഫെക്റ്റായിട്ട് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഒട്ടും എന്ന് പറഞ്ഞാൽ എവിടെയും നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് എന്തോ 43 മിനിറ്റ് ഉണ്ട്, പക്ഷേ പോകുന്നത് പോലും അറിയില്ല. എവിടെയും ഒരു സെക്കൻഡ് നമ്മൾ സ്കിപ്പ് ചെയ്ത് കാണും എന്നുള്ളതാണ്. അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത്ര നൈസായിട്ടാണ് നമുക്ക് തന്നെ തോന്നിയത് എങ്ങോട്ടാണ് ഈ സാധനം പോകുന്നത്, എങ്ങോട്ടാണ് ഈ കഥ പറഞ്ഞ് കൊണ്ടുപോകുന്നതെന്ന് തോന്നിപ്പോകും. ഈവൻ ഇതിൻ്റെ ഫൈനൽ എപ്പിസോഡ് ആവുന്നത് വരെ വില്ലനെ റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വില്ലനെ റിവീൽ ചെയ്യണമെങ്കിൽ ഇതൊക്കെ എങ്ങനെ ഇവർ പറഞ്ഞ് തീർക്കും എന്നുള്ളത്. അത് വളരെ നൈസായിട്ട് വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു ടൈം പീരീഡ് അവർ പറഞ്ഞു തീർത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇവർക്കൊരു 10-12 എപ്പിസോഡ് ഇറക്കിയിട്ട് ഈ സ്റ്റോറിയെ വലിച്ചു നീട്ടായിരുന്നു. പക്ഷേ എവിടെ അങ്ങനൊരു സംഭവമൊന്നുമില്ല, സ്ട്രൈറ്റ് ഫോർവേഡായിട്ടാണ് കഥ പറഞ്ഞു പോകുന്നത്. അത് ഭയങ്കര രസമാണ് അതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക. നമ്മളെ ലാഗ് എടുപ്പിക്കുന്നില്ല, കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് എവിടെയും ലാഗ് ഫീൽ ചെയ്യുന്നില്ല. നമുക്കിങ്ങനെ ഫുൾ സ്റ്റോറിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. അതൊരു ഭയങ്കര വലിയ കാര്യമാണ് ഇപ്പോഴത്തെ ഒരു ടൈം പീരീഡിൽ. കാരണം ആൾക്കാർ വലിയ ഡ്യൂറേഷനുള്ള എപ്പിസോഡുകളൊക്കെ കാണുകയാണ്, അല്ലെങ്കിൽ കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യും. പക്ഷേ ഇതിനകത്ത് സ്കിപ്പ് ചെയ്യാനായിട്ടൊരു സാധനമില്ല. അത്ര നൈസായിട്ട് പെർഫെക്റ്റ്ലി ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നൊരു സാധനമാണ്. പിന്നെ ഇതിനകത്തെ ആക്ടേഴ്സ് എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സ്റ്റോറി എല്ലാം, ഡയറക്ഷൻ എല്ലാം കിടിലമാണ്. ഈ പറയുന്ന മലയാളത്തിൽ നിന്ന് ഹോട്ട്സ്റ്റാറിൽ വന്ന ഫസ്റ്റ് വെബ് സീരീസിൻ്റെ സെക്കൻഡ് സീസൺ ആ ഒരു ഫസ്റ്റ് സീസണിലോട് നീതി പുലർത്തി 100% നീതി പുലർത്തിയൊരു സാധനമാണ്. ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ ഒരൊറ്റ സ്ട്രെച്ചിലിരുന്ന് കണ്ടു തീർത്തു. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സീരീസാണ് കേരള ക്രൈം ഫയൽ സീസൺ 2 എന്ന് പറയുന്നത്.